കുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ശക്തമായതോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കടുപ്പിച്ച കേരള പോലീസ്. മധ്യപ്രദേശിൽ നിന്ന് ഒരു വനിതാ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേരളത്തിലെത്തിയത് പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകാനാണെന്നാണ് സൂചന. ഈ പശ്ചാത്തലത്തിൽ പെൺകുട്ടിക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കാനാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതെ തന്നെ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള നിയമപരമായ പഴുതുകൾ അവിടുത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ തൽക്കാലം കുട്ടിയെ വിട്ടയക്കേണ്ടതില്ലെന്നാണ് കേരള പോലീസിന്റെ കർശന നിലപാട്. കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ പെൺകുട്ടിക്ക് 24 മണിക്കൂറും സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും. അതേസമയം കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെയും ഭർത്താവ് ഫർമാൻ ഖാന്റെയും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കൊച്ചി പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് ഫർമാന് താൽക്കാലിക ആശ്വാസമാണെങ്കിലും അന്വേഷണം തുടരുകയാണ്. തനിക്കും ഭർത്താവിനും ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തി തങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. തങ്ങളുടെ വിവാഹം നിയമപരമാണെന്നും അതിനാൽ കേരളം തങ്ങളെ സംരക്ഷിക്കണമെന്നും പെൺകുട്ടി ആവശ്യപ്പെടുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫർമാനെതിരെ ഈ ഗൗരവകരമായ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നുവെന്നാണ് കേരളത്തിലെ ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 11-നാണ് കുംഭമേള വൈറൽ താരവും ഫർമാൻ ഖാനും വിവാഹിതരായത്. കേരളത്തിലെത്തി പൂവാറിനടുത്ത അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഈ വിവാഹത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്ത പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് പ്രകാരം പെൺകുട്ടി ഹാജരാക്കിയ ആധാർ കാർഡ്, പാൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമായി പരിശോധിച്ചിരുന്നു. ഈ രേഖകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെന്നും വിവാഹ രജിസ്ട്രേഷനിൽ യാതൊരുവിധ നിയമപരമായ പിഴവുകളും സംഭവിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പിച്ചു പറയുന്നു. വിവാഹത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് റൂറൽ SP നേരത്തെ തന്നെ DGPക്ക് കൈമാറിയിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയും രേഖകളും പരിശോധിച്ച ശേഷം കേരള പോലീസ് ഈ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ്. മധ്യപ്രദേശ് പോലീസിന്റെ വാദങ്ങൾ കേരളത്തിലെ രേഖകൾക്ക് വിരുദ്ധമാണെന്നത് കേസിനെ നിയമപരമായി സങ്കീർണമാക്കുന്നു. പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് വിട്ടു നൽകുന്നത് അവളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം മുറുകുന്നതിനിടെ പെൺകുട്ടിയുടെ താമസ സ്ഥലത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ളവർക്ക് പെൺകുട്ടിയെ കാണുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കേരള സർക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നിർണായകമാകും. മധ്യപ്രദേശ് പോലീസിന്റെ വാദങ്ങളെ നിയമപരമായി എങ്ങനെ പ്രതിരോധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പെൺകുട്ടിയുടെ ഭാവി. അതുവരെ കേരളത്തിന്റെ അതിഥിയായി അവൾക്ക് സുരക്ഷയൊരുക്കാൻ തന്നെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം.